ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ്. നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ പൊടിക്കൈകൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറ് വെക്കാൻ എന്തായാലും അരി എടുക്കും. അത് റേഷൻ അരി ആയാലും സാധാ അരി ആയാലും എങ്ങനെയുള്ള അരിയാണെങ്കിലും നമ്മൾ എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ചൂടുവെള്ളം ഉപയോഗിച്ച് നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം. ആ അരിയിലുള്ള എന്തെല്ലാം അഴുക്കുകളും കെമിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അരി ഇടുന്നതിന് മുമ്പേ ഇതുപോലൊക്കെ ചൂടുവെള്ളത്തിലൊരു 15-20 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കഴുകി ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ വെള്ളം ഇതിൽ ഒഴിച്ചിരിക്കുന്നത് നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലിക്ക് വെള്ളം വെച്ചിട്ടാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നത്. ആ സമയത്ത് ബാക്കി വരുന്ന വെള്ളം നമുക്ക് ഇതുപോലൊക്കെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളം എടുത്ത് നമുക്ക് ചോറ് വെക്കാനായിട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചൂടോടുകൂടി നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലൊക്കെ ഇഡ്ഡലിയുടെ പുറത്ത് ഒന്ന് തൂയി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ഇളക്കാവുന്നതാണ്. അതെല്ലാം ആറിയതിന് ശേഷമാണ് നിങ്ങൾ ഇഡ്ഡലി എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. സ്പൂണൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇഡ്ഡലി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാറുണ്ടില്ലേ? തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ അടച്ചു വെച്ച് തന്നെ തിളപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലൊക്കെ തന്നെ നമുക്ക് വെള്ളത്തിനകത്ത് പനിക്കൂർക്കയില ഇട്ട് തിളപ്പിക്കാം. പനിക്കൂർക്കയില തിളപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളിടത്തും മുതിർന്ന അമ്മമാരൊക്കെ ഉള്ളിടത്തും ഈ ഒരു ഇല കൊണ്ടിട്ട വെള്ളം വളരെ നല്ലതാണ്. ജലദോഷം പനിക്കൊക്കെ വളരെ നല്ലതാണ് പനിക്കൂർക്കയില. പനിക്കൂർക്കയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുളസിയില ഇടാം, ജീരകം ഇടാം, ഗ്രാമ്പൂ ഇടാം, ഏലക്കായ ഇടാം. അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഇതുപോലുള്ളത് ഇട്ടിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനിനൊക്കെ കുടംപുളി ചേർക്കുന്നവരുണ്ടാവില്ല. ഞങ്ങളൊക്കെ കുടംപുളിയാണ് ചേർക്കുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ വാളംപുളിയാണ്, പക്ഷേ ഞങ്ങൾ മാവേലിക്കരക്കാർ കുടംപുളി ചേർത്താണ് മീൻകറി വെക്കുന്നത്. അപ്പം അങ്ങനെ മീൻകറി വെക്കാൻ നേരം നമ്മൾ കുടംപുളി പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടാൻ ഇതുപോലൊക്കെ നേരത്തെ ഇട്ട് വെക്കുവാണെങ്കിൽ ഒരു 20 അരമണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് പുളി കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ മീൻ ഒഴിച്ചു കൂടാത്ത ഒരു വിഭവമാണ് ഇല്ലേ? നമ്മൾ മീനൊക്കെ മേടിച്ച് ഇതുപോലെ കഴുകിയൊക്കെ വെട്ടിയൊക്കെ കഴുകി എടുത്ത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിലെ ആ ഒരു ഉളുമ്പ് നാറ്റം അത് മാറത്തില്ല. അപ്പോൾ അത് മാറാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അതാവുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ ഇതുപോലെ കയ്യിൽ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോകുന്നതായിരിക്കും. പിന്നെ ഒരു ടിപ്പ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കയ്യിൽ പുരട്ടാവുന്നതാണ്. ആ ഒരു ഉളുമ്പ് നാറ്റം പോകും. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചെറുനാരകം അറിയാമല്ലോ, നമ്മൾ വെള്ളം കുടിക്കുന്ന ചെറുനാരകം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഇലയൊന്ന് നല്ലപോലെ, ഇതിപ്പോൾ ഒരു ഇലയേ ഉള്ളൂ, ചെറിയൊരു നാരകമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിപ്പോൾ 2-3 ഇല നിങ്ങൾ ഇതുപോലെ എടുത്തതിന് ശേഷം നല്ലപോലെ ഞെരടി നിങ്ങളുടെ കൈയുടെ പുറത്തുമൊക്കെ ഇതുപോലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നാരകത്തിൻ്റെ ആ ഒരു ഇലയുടെയോ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലായിരിക്കും നിൽക്കുന്നത്. വെളിച്ചെണ്ണ പറ്റിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇല യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ വീട്ടമ്മമാർ ഈ ഒരു ടിപ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊക്കെ എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ കറിവേപ്പില ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇതുപോലെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മീനിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലൊക്കെ തന്നെ അടിക്ക് പിടിക്കത്തില്ല. ആ ഒരു കരിവേപ്പിലയുടെ ടേസ്റ്റൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു 10 മിനിറ്റോളം ഇതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം ഒരു വെളിയിൽ നമ്മളൊരു 10 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ ഒരു 20 മിനിറ്റ് നമ്മൾ വെച്ചിട്ടെടുക്കുവാണെങ്കിൽ മീൻ ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുമല്ലോ ഇല്ലേ? വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുന്ന സമയത്ത് ഇതിലൊരു വഴുവഴുപ്പ് ഉണ്ടാവാറുണ്ട്. ആ വഴുവഴുപ്പ് മാറാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ വെണ്ടയ്ക്ക ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ഗ്യാസിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റായി. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്നുകിൽ ഒരു മുറി നാരങ്ങാനീര്, അപ്പോൾ വെണ്ടയ്ക്കയുടെ അനുസരിച്ച് വേണം, ഒത്തിരി പുളിയാവരുത്, നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക.
ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിനാഗിരിയാണ്, 1 ടേബിൾ സ്പൂണോളോ 1-1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് മാറുന്നതായിരിക്കും. പിന്നീട് ഞാൻ സാധാരണ ഈ ഒരു വഴുവഴുപ്പ് മാറിയതിന് ശേഷമാണ് എണ്ണ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു മോരുകറിയൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ഉടച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തേങ്ങ അരച്ച് നിങ്ങൾ മോരുകറി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങ അരച്ചതിന് ശേഷം ആ ഒരു മിക്സഡ് ജാറിലേക്ക് ആ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് ഇതുപോലൊക്കെ തൈര് എടുത്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ അടിച്ചെടുത്താൽ മതി. നല്ലപോലെ നമുക്ക് ഉടഞ്ഞു കിട്ടുന്നതായിരിക്കും. അതല്ല നിങ്ങൾ തേങ്ങ അരയ്ക്കാത്തവരാണെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ ഇതുപോലൊക്കെ മിക്സിയിൽ അടിച്ചൊന്ന് എടുത്താൽ മതി. ഒരു സെക്കൻഡ് മതി, നമുക്ക് നല്ലപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മോരുകറി തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ടിപ്പാണ്. നമ്മൾ കറികൾക്കൊക്കെ ഇതുപോലെ ബീട്രൂട്ട് എടുക്കുമല്ലോ. ബീട്രൂട്ട് എടുത്തു കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തൊലി അങ്ങ് കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബീട്രൂട്ടിൻ്റെ തൊലി കളയില്ല. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 2 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2ൻ്റെ തൊലിയൊന്ന് ഞാനിന്ന് എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ തന്നെ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഇതുപോലൊക്കെ തന്നെ ഒന്ന് അടച്ച് മാറ്റി ഒന്ന് വെക്കാം. അപ്പോൾ നമ്മളിത് ഇട്ട് വെച്ചിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ട്. ആ വെള്ളത്തിന് തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തൊലി ഒന്നെടുത്ത് കളയാം. ഈ വെള്ളമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തൊലി നിങ്ങൾക്കൊന്ന് തിളപ്പിച്ചൊന്നെടുത്ത് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് വെള്ളം എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ തൊലിയൊന്ന് തിളപ്പിച്ചൊന്നും എടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ്. ഞാനിവിടെ വിമ്മിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2-3 തുള്ളി ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും എണ്ണയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകാനൊക്കെ ഇട്ടേക്കുമല്ലോ, അതങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാൻ ഇത് വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് ആ എണ്ണ മെഴുക്കും ആ ഒരു നോൺ വെജ് ഐറ്റത്തിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ പോയി കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് പാത്രം ഞാനൊന്ന് കഴുകി കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങൾ അതുപോലൊക്കെ തന്നെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ആ പാത്രത്തിലുള്ള അഴുക്കും എണ്ണമയം എല്ലാം പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ ചിക്കനും മട്ടനും അതുപോലെ ഫിഷും മീൻകറിയൊക്കെ കഴിച്ചവരൊക്കെ ആണെങ്കിൽ ആ ഒരു മീൻകറിയുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ പോയി പാത്രം നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും, അഴുക്കെല്ലാം പോകുന്നതായിരിക്കും. അതുപോലൊക്കെ തന്നെ നമുക്കിത് ഒരു ദിവസം മൊത്തം നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നമുക്ക് പാത്രം കഴുകുന്ന സമയങ്ങളിലെല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മീനൊക്കെ ഉപയോഗിച്ചവരാണെങ്കിൽ ഈ ഒരു പാത്രം കഴുകാൻ വളരെ നല്ലതാണ് ഈ ഒരു ലിക്വിഡ് ചേർത്ത ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം. അപ്പോൾ നമുക്ക് ഇതുപോലെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം ഇവിടെ കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ദേ കണ്ടില്ലേ, പാത്രങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് അഴുക്കൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വളർന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടില്ലേ.